വെൽക്കം ടു കോമഡി മസാല. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നെൽസൺ ചൂരനാട് ആൻഡ് സുധി കൊല്ലം. അങ്ങനെ നമ്മുടെ നർത്തകർ എത്തിക്കഴിഞ്ഞു. എന്താ നിങ്ങൾക്കത് കളിയാക്കിയതായിട്ട് തോന്നിയോ? ഒട്ടും തോന്നിയില്ല. ഇല്ലല്ലേ, നന്നായിട്ട് തോന്നിയില്ല അല്ലേ? ഈ ഷർട്ടിന് ഇറക്കം കൂടുതലാണ്. ഷർട്ടിന് ഇറക്കം കൂടുതൽ, അതിനനുസരിച്ച് ഞാൻ പാന്റ് കയറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കൈ തൊഴുതോണ്ട് പറയാം, ഇനി ഷർട്ടിന് ഇറക്കം കൂട്ടരുത്. താങ്ക് യു. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫ്രഷ് ന്യൂ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സുധിച്ചേട്ടാ, നൽസേട്ടാ, സ്വാഗതം. താങ്ക് യു. ടീം ഫൺ സ്റ്റാർസ് ആണ് ഇന്ന് നമുക്ക് വേണ്ടി ഒരു രസകൻ സ്കിറ്റുമായിട്ട് വേദിയിലേക്ക് വരുന്നത്. ये सिनेमा स्पूफ वैशाली रीलोड. ഇത് തോൽവിപാത മഹാരാജാവിന്റെ വംഗരാജ്യം. ഈ കാണുന്ന മണൽക്കൂനകൾ മുൻപ് നാഷണൽ ഹൈവേ ആയിരുന്നു. ഇന്ന് ഈ രാജ്യം അതിരൂക്ഷമായ പെട്രോൾ ക്ഷാമം നേരിടുന്നു. ഇന്നും പെട്രോളിനായി കുഴൽക്കിണറുകൾ രാജ്യമെങ്ങും കുഴിച്ചുകൊണ്ടേയിരിക്കുന്നു. മാറി നിൽക്ക്, ഇത് പെട്രോൾ അല്ല. തോൽവിവാദ മഹാരാജാവിന് കഞ്ഞി വെക്കാൻ ചവൂലൊഴിക്കാനുള്ള മണ്ണെണ്ണയാണ്. മാറി നിൽക്കാൻ. പെട്രോൾ പെട്രോൾ പെട്രോൾ. ആരവിടെ? രാജഗുരുവിനോട് നമ്മെ മുഖം കാണിക്കാൻ പറയൂ. ആ മഹാഗുരു, എന്താണ് പുറത്തൊരു ബഹളം? രാജൻ, പെട്രോൾ കിട്ടാനില്ല, അതിന്റെ കൂടെ വിലയും കൂടി. ആര് പറഞ്ഞു വില കൂടിയെന്ന്? പച്ചക്കള്ളം. നാം പണ്ട് 100 രൂപയ്ക്ക് പെട്രോൾ വാങ്ങുമ്പോൾ ഒരു കുപ്പി ലഭിക്കുമായിരുന്നു. ഇപ്പോൾ നാം 100 രൂപയ്ക്ക് പെട്രോൾ വാങ്ങുമ്പോ അര കുപ്പിയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ വില കൂടിയിട്ടില്ല, പെട്രോൾ കുറഞ്ഞതാണ്. ഓ, അതല്ല കിഴങ്ങ. അതായത് ഈ തൊലാമി ഭാഷയിൽ കിഴങ്ങൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം. ഓഹോ, അപ്പൊ നാമോ മഹാകിഴങ്ങൻ. അങ്ങനെയാവണം. അതല്ല രാജൻ, രാജ്യത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അമ്പലത്തിൽ ആറാട്ടൊന്ന് പുരോഗമിപ്പിക്കണം. എല്ലാ വർഷവും 6 ആട്ടുന്നത്, ഇപ്രാവശ്യം 7 ആട്ടാണ്. അതല്ല രാജൻ, ആറാട്ടൊന്ന് വെറൈറ്റി ആക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ആ, അതിനൊരു വഴിയുണ്ട്. 3 ആട്ടയും 3 കാറുമാക്കാം. അപ്പൊ 3 3 6 ആയില്ലേ? അപ്പൊ വെറൈറ്റി ആയില്ലേ? ആ പിന്നെ ഗുരു, കയ്യിൽ 10ന്റെ പൈസ ഇല്ല. ഞാൻ എന്റെ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ കൊടുക്കാൻ പോവാ. പാടില്ല രാജൻ, ഭാര്യയെയും മൊബൈലിനെയും കൊടുക്കരുത്. കാരണം നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കൂടി അന്യർ കൊണ്ടു നടക്കുന്നത് കാണേണ്ടി വരും. ഗുരു അങ്ങ് വെറും ഗുരുവല്ല, പിന്നെ എനിക്ക് കിട്ടിയ മഹാകുരു. ഇവിടത്തെ പ്രശ്നത്തിന് ഒരു പരിഹാരം പറയുക. വായി നോക്കി നിൽക്കാതെ. അങ്ങനെയെങ്കിൽ അഗ്നി നിമിത്തം നോക്കണം. എങ്കിൽ നോക്ക്. ഈ തീയിൽ നോക്കിയാൽ എല്ലാം അറിയാൻ പറ്റും. എല്ലാം അറിയാൻ പറ്റുമല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് എത്ര കാമുകന്മാരുണ്ടെന്ന് നോക്കാൻ പറ്റുമോ? രായ, ഇതൊരു ചെറിയ ലൈറ്ററാണ്. ഇതിന്റെ വെളിച്ചത്തിൽ എല്ലാരും ഒന്നും കിട്ടൂല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ കൊട്ടാരത്തിന് തീയിട്ടാ മതി. അപ്പൊ എല്ലാരും കൂടെ എടുത്ത് പുറത്താണ്. നല്ല ഐഡിയ ആണ് ഗുരു പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭരണത്തെ കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായം ഒന്ന് കാണട്ടെ. ഇതുപോലൊരു മഹാരാജാവിനെ വേറെങ്ങും കാണാൻ കിട്ടില്ല. അത്രയ്ക്ക് തീ അണക്കൂ. നമുക്ക് കേൾക്കാൻ വയ്യ. നിക്ക്. ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറാനുള്ള വിധി കൂടെ നോക്കൂ. രായൻ, പ്രശ്നങ്ങൾ മാറാൻ രാജാവ് മാറണമെന്നാണ് പറയുന്നത്. താൻ തീയിലൂതിയാ മതി, എനിക്കിട്ടൂതണ്ട. ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം പറയൂ. എന്ന് ആദ്യം നമുക്ക് മാപ്പ് നോക്കാം. കോപ്പ് നോക്കും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെന്തിനും ഞാൻ മാപ്പ് നോക്കണം? അതല്ലെന്ന്, ഗൂഗിൾ മാപ്പ് നോക്കാം. ശരി, ഇതാ മാപ്പ്. നോക്ക്. അതിന്റെ നീല നോക്കൂ. നീല നോക്കണമെങ്കിൽ ഇവിടെ നോക്കിയാ പറ്റില്ല, അത് മാറണം. സൈറ്റ് വേറെ, എനിക്കറിയാം. അയ്യോ, അതല്ലെന്ന്. ഈ നീല നിറത്തിൽ കാണുന്നതാണ് കടൽ.
ഇത് കടന്നാൽ അറബി ദേശം, പക്ഷെ കടൽ കടക്കാൻ പ്രയാസമാ. എന്ത് പ്രയാസം? ഇതിങ്ങനെ തിരിച്ചു വെച്ചാ പോരെ? ഇപ്പൊ കടലപ്പുറത്തായി കിടന്നില്ലേ? ഓ ഇങ്ങനെ ഞാൻ അയ്യോ രാജൻ, അതല്ല. അറബി ദേശത്ത് ചെന്ന് ഋഷ്യശൃംഗൻ എന്ന ഷെയ്ഖിനെ അറബിക്കുട്ടിയെ വശീകരിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ നമ്മുടെ രാജ്യത്തെ പെട്രോൾ ക്ഷാമത്തിന് ഒരു പരിഹാരമാകും. അങ്ങനെയെങ്കിൽ ഗുരു പോയി വിളിച്ചോണ്ട് വരൂ. ഞാനോ? അയ്യോ, ഋഷ്യശൃംഗൻ എന്നാൽ സ്ത്രീ സാമീപ്യം അറിയാതെ വളർന്നവനാ. അറബിക്കുട്ടിയെ വശീകരിക്കാൻ ഒരു പെൺകുട്ടി തന്നെ വേണം. അങ്ങനെ ആരുണ്ട്? മാലിനിയുടെ മകൾ വയസ്സായി. ജനിച്ചിട്ട് 18 വർഷമല്ലേ ആയുള്ളൂ, അതിനു മുമ്പ് വയസ്സായോ? കലികാലം, കലികാലം. അയ്യോ, വയസ്സായി എന്നല്ല, കൊച്ചിന്റെ പേരാണ് വൈശാലി. ഹ, നമ്മളെ കൊട്ടാരം ക്യാബറ നർത്തകി വൈശാലി. വാ, പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? വൈശാലിയെ കണ്ടിട്ടുണ്ടോ? തൊട്ടാ ചോര പൊടിയും. അപ്പ വട്ടച്ചൊറി. ഓ, അതല്ല, സൗന്ദര്യം. വൈശാലി ഋഷ്യശൃംഗൻ എന്ന അറബിക്കുട്ടിയെ വളച്ചോണ്ട് വരും. ആശയ്ക്ക് വകയുണ്ടോ? ഉണ്ട്, 10 സെന്റും ഒരു ടെറസ് വീടും. എടോ, ആ ആശയല്ല. ഈ വൈശാലി ഋഷ്യശൃംഗനെ വശീകരിച്ച് കൊണ്ടുവരുമെന്ന്. വരും, വൈശാലിയെ കൊണ്ടേ അതിന് പറ്റൂ. ആരവിടെ? വൈശാലിയോട് വരാൻ പറയൂ. രാജൻ, ഇതാണ് വൈശാലി. പറയണ്ട, കണ്ടപ്പോ തന്നെ മനസ്സിലായി. രാജൻ വിളിച്ച കാര്യം പറഞ്ഞില്ല. വൈശാലി, നീ അറബി നാട്ടിൽ പോയി ഋഷ്യശൃംഗനെ വളച്ചോണ്ട് വരണം. എന്നാലേ ഇവിടെ പെട്രോൾ ക്ഷാമത്തിന് പരിഹാരം ഉണ്ടാകും. ചെയ്യില്ലേ വൈശാലി? ചെയ്യാം, പക്ഷെ എന്ത് പ്രതിഫലം തരും? എന്തും തരും. ഇതുപോലെ പണ്ട് പറഞ്ഞ ഞാൻ സോളാർ കേസ് ഉണ്ടാക്കി ഇറങ്ങി തിരിച്ചത്. ഇപ്പൊ കോടതി കയറി ഊപ്പാട് വന്നു. പറഞ്ഞോരുമില്ല, വിളിച്ചോരുമില്ല, പൈസ തരാന്ന് പറഞ്ഞവരുമില്ല. അതല്ല, ഈ രാജഗുരു നിനക്ക് 2500 രൂപയുടെ ചികിത്സാ കാർഡ് അവാർഡായി തരും. പോരെ? പറ്റില്ല, എനിക്ക് രാജൻ തന്നെ അവാർഡ് തരണം. ഇല്ലെങ്കിലേ അവാർഡ് ഞാൻ ബഹിഷ്കരിക്കും. 10 മിനിറ്റ് സമയം തരും. അതിനിടയ്ക്ക് അവാർഡ് വന്ന് വാങ്ങിക്കൊണ്ട് വെക്കണം. ഇല്ലെങ്കിൽ കണ്ടവൻ വന്ന് വാങ്ങും, സെൽഫിയും എടുക്കും. അത് മാത്രം പോരാ. പിന്നെന്ത് വേണം? നിന്റെ APL കാർഡ് BPL ആക്കി തരാം. അരിയും മണ്ണെണ്ണയും പഞ്ചസാര ഇല്ലാത്ത റേഷൻ കടയിൽ BPL കാർഡ് ഇട്ടിട്ട് എന്തോന്ന് ചെയ്യാൻ? പിന്നെന്താണ് വേണ്ടത്? പറയ്. എന്നെ കൊട്ടാരം വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആക്കണം. സമ്മതിച്ചിരിക്കുന്നു. ഞാനും കൊട്ടാരം ഗുരു മാത്രമുള്ള യോഗാസന ഗ്രൂപ്പിൽ നീ അഡ്മിൻ. സൂക്ഷിക്കണം, സ്ത്രീ സാമീപ്യം അറിയാതെയാണ് വിവാണ്ടകൻ അറബി ഋഷ്യശൃംഗനെ വളർത്തിയിരിക്കുന്നത്. മാത്രമല്ല ക്രൂര മൃഗങ്ങളുണ്ട്, അവയുടെ കണ്ണിപ്പെട്ട. പിന്നെ നിങ്ങളുടെ കൂടെയൊക്കെ ഇവിടെ ജീവിക്കാമെങ്കിൽ പിന്നെ ഈ കൂതറ മൃഗം. വൈശാലി, പോയി വന്നാലുടൻ KSRTC നാം നിനക്കെഴുതി തരും. എന്നിട്ട് വേണം അതിന്റെ MD വന്ന് തബല കൊട്ടാനും കേക്ക് മുറിച്ച് വായിൽ കുത്തി കയറ്റാനും. അയ്യോ, എനിക്ക് വേണ്ടേ. എന്നാൽ പോയി വരും, മംഗളം ഭവിക്കട്ടെ. ഋഷിരാജ് സിംഗ് പുള്ളി സ്ഥലം മാറിപ്പോയി. പുല്ല് തെറ്റി. ഋഷ്യശൃംഗ, എന്താ വാപ്പാമുനി? ഋഷ്യശൃംഗ, ഫേസ്ബുക്കിൽ ഞാൻ ഒറ്റക്കാലിൽ നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് നീ എന്താ ലൈക്ക് ചെയ്യാതിരുന്നത്? അയ്യോ, അത് വാപ്പയായിരുന്നോ? ഞാൻ കരുതി വവ്വാല് തലകീഴനെ തൂങ്ങിക്കിടക്കുകയാണെന്ന്. അല്ല വാപ്പാ, ഈ വവ്വാൽ എന്തിനാ തലകീഴനെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്? അത് ദൈവം യോഗാസനത്തിൽ നിന്നപ്പോൾ സൃഷ്ടിച്ചത് കൊണ്ടാണ്. നീ വിചാരിക്കുന്ന ആളല്ല നിന്റെ ബാപ്പ. അയ്യോ, അപ്പൊ ഇതെന്റെ വാപ്പയല്ലായിരുന്നോ? അപ്പൊ ഞാൻ ഇത്രയും നാൾ ആരെയാണ് വാപ്പ എന്ന് വിളിച്ചത്? എന്റെ വാപ്പ എവിടെ? വാപ്പ അതല്ലടാ വേണ്ട. ഇതാ നോക്ക്, ഇതാണ് പുരുഷ ലക്ഷണം. ഇത് പുരുഷ ലക്ഷണമല്ല, ലക്ഷണം കെട്ട പുരുഷൻ. ഋഷ്യശൃംഗ, നീ ഒരു നല്ല മനുഷ്യനായി വളരണം. ഒരിക്കലും ഇല്ല. കാരണം നല്ല മനുഷ്യരെ ദൈവം നേരത്തെ വിളിക്കും. മറ്റൊരു പ്രധാന കാര്യം പറയാനുണ്ട്. നമ്മുടെ വളർത്തുമൃഗത്തിന്റെ ഫോട്ടോ നീ ആധാറുമായി ലിങ്ക് ചെയ്യണം. വാപ്പാമുനിയുടെ ഒരു ഫോട്ടോ തന്നാ മതി, ഇന്ന് തന്നെ ഞാൻ ലിങ്ക് ചെയ്യാം. അമ്മയില്ലാതെ വളർന്നതുകൊണ്ടാണ് നിനക്ക് അനുസരണക്കേടും കുരുത്തക്കേടും ഇച്ചിരി കൂടുതലാണ്. നീ നമ്മുടെ എസ്റ്റേറ്റിലെ ഈന്തപ്പന വെട്ടാൻ പറഞ്ഞിട്ട് വെട്ടിയോ? വാപ്പ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സാപ്പിലിട്, ഇപ്പൊ തന്നെ വെട്ടിയേക്കാം. പിന്നൊരു കാര്യം, എനിക്ക് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോണം. ചിരട്ടയൊന്ന് മാറണം. അതിന് വേറെ എങ്ങും പോണ്ട. നമ്മുടെ അടുക്കളയിൽ 2 ചാക്ക് ചിരട്ട ഇരിപ്പുണ്ട്. ഒരു ചാക്ക് വാപ്പ എടുത്തോ, ഒരു ചാക്ക് എനിക്കും വേണം. അതല്ല, എന്റെ മുട്ടിന്റെ ചിരട്ട മാറ്റാനായി ഗോഡ്സോൺ കൺട്രി വരെ ഒന്ന് പോകണമെന്ന്. പോകുന്നതൊക്കെ കൊള്ളാം. നോക്കിയും കണ്ടുമൊക്കെ പോണം. അവിടെ എപ്പോഴാണ് ഹർത്താൽ പ്രഖ്യാപിക്കുന്നതെന്ന് ഗോഡ്സിന് പോലും പറയാൻ പറ്റില്ല. ഞാൻ വരുമ്പോഴേക്കും ഒട്ടകത്തിനെ തീറ്റിക്കണം. പിന്നൊരു കാര്യം, എപ്പോഴും വാട്സപ്പിൽ ചാറ്റ് ചെയ്യരുത്. ഗ്രൂപ്പിൽ ബാപ്പമുനിയെയും കണ്ടുപോകരുത്. ഇല്ല, പിന്നെ നിന്നെ വശീകരിക്കാൻ പലരും വരും, കരുതിയിരിക്കണം. വടക്കൊരു 3 മിസൈലും തെക്കൊരു 4 കുഴിബോംബും വെച്ചിട്ടുണ്ട്. നോക്കിയും കണ്ട് നടന്നാൽ നിനക്ക് കൊള്ളാം. നിനക്ക് വായിക്കേറിടേണ്ട അവസ്ഥ എനിക്കുണ്ടാവരുത്. എന്തായാലും വാപ്പാമുനി പോയി. ഇനി ഒന്ന് ചാറ്റ് ചെയ്യാം. ഓൺലൈനിൽ ഒത്തിരി കാണുന്നില്ലല്ലേ.
ആകെ ഉള്ളത് കേരളത്തിലുള്ള ശാന്ത. വേണ്ട വേണ്ട, ചാറ്റ് ചെയ്ത തലയിലാവും. ഇക്കാ ആരാണത്? ഞാനാ. തൊഴിലുറപ്പിന് വന്ന് കൂട്ടം തെറ്റിയ ഏതോ ഒട്ടക കുഞ്ഞ്. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, അയ്യോ, രക്ഷിക്കണേ. ഹേയ്, കടന്നു പോകൂ. അനുവാദമില്ലാതെ എന്തിനിവിടെ കടന്നു വന്നു? ഹേയ് ഒട്ടകമേ, ആ പെൺകുട്ടിയെ ആക്രമിക്കാതെ കടന്നു പോകൂ. എന്നിട്ട് നീ ഇഞ്ഞ് കടന്നു വരും. എന്നെ മനസ്സിലായോ? പിന്നെ മനസ്സിലായോന്നോ? വൈശാലിയല്ലേ? ഇതുവരെ ഒരു സ്ത്രീയെ പോലും കണ്ടിട്ടില്ല എന്നാ കേട്ടത്. പിന്നെ എങ്ങനെ മനസ്സിലായി? ഞാൻ ഇതും കൊണ്ട് നടക്കുന്നതേ ചുമ്മാതല്ല. വാപ്പാമുനി ഇവിടുന്ന് പൊക്കഴിഞ്ഞാലേ പിന്നെ ഇതിനകത്ത് ഇതുപോലുള്ളവളുമാരുടെ ബഹളവാ. അപ്പോ എന്റെ FB ഫ്രണ്ട് ആണല്ലേ? അതെ അതെ. ആ പിന്നെ പെട്ടെന്ന് പൊക്കോ. ബാപ്പാമുനിയുടെ കണ്ണിൽപ്പെട്ട പിന്നെ നിന്റെ അവസാനമാ. അത്രയ്ക്ക് ഭയങ്കരനാണോ? പിന്നല്ലാതെ ബാപ്പാമുനി മാജിക്കിലൂടെ മഴ വരെ പെയ്ച്ചിട്ടുണ്ട്. എപ്പോഴും പെയ്ക്കോ? ഇല്ല, മഴയുള്ളപ്പം മാത്രം. പിന്നെ ഒരു ദിവസം കാർ അപ്രത്യക്ഷമാക്കി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ബാപ്പാമുനിയുടെ ഫോട്ടോ പത്രത്തിൽ വന്നു. കാർ മോഷ്ടാവ് പിടിയിൽ. അറബികുമാറിന് എന്നെ ഇഷ്ടായോ? ഇഷ്ടമായോന്നോ? എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? ആ പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ആരെയും ആകർഷിപ്പിക്കുന്ന നിന്റെ ഈ കാർക്കൂന്തിൽ ചൂടിയിരിക്കുന്ന പുഷ്പം ഏതാണ്? തെറ്റി. തെറ്റിയാ? സോറി, ഒന്നും കൂടെ പറയട്ടെ. ആരെയും ആകർഷിപ്പിക്കുന്ന നിന്റെ ഈ കാർക്കൂന്തിൽ ചൂടിയിരിക്കുന്ന പുഷ്പം ഏതാണ്? തെറ്റിപ്പൂ. തെറ്റിപ്പോവും. ആർക്കായാലും തെറ്റിപ്പോവും. ഒന്നാമതെ നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നു. അപ്പൊ ഏതൊരു പുരുഷനായാലും ആദ്യമൊക്കെ ഒന്ന് തെറ്റിപ്പോവും. ഞാൻ ഒന്നും കൂടെ പറയാം. ഇയാൾ ഇനി പണയണ്ട, ഞാൻ പറയാം. കണ്ടോ, തെറ്റിപ്പുഷ്പം. അതായിരുന്നു. ഞാനിങ്ങോട്ട് വരുമ്പോ ഒരുപാട് ക്രൂര മൃഗങ്ങൾ എന്നെ ആക്രമിക്കാൻ വന്നു. വലിയ വലിയ പാറകൾ മലയുടെ മുകളിൽ നിന്നും ഉരുണ്ടു വന്നു. അവിടെ ഞാൻ പതറിപ്പോയി. ആരെ ഈ പാറകളൊക്കെ ഉരുട്ടി വിടുന്നത്? നീ റാസൽ കൈമ വഴിയാണോ വന്നത്? അതെ. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ. അതെ, ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു പ്രശ്നമുണ്ട്. അതിപ്പോ അവിടെ തീർന്നു കാണും. അതെന്താ? നീ അവിടെ നിന്ന് പോന്നില്ലേ? അതെ, ഞങ്ങളുടെ നാട്ടിൽ ഒന്ന് വരുവോ? നിങ്ങൾ വന്നാ ഞങ്ങളുടെ നാട്ടിലെ പ്രശ്നങ്ങൾ എല്ലാം തീരും. ഞാനെന്നല്ല, ദേവേന്ദ്രൻ വന്നാ പോലും അവിടുത്തെ പ്രശ്നങ്ങൾ തീരില്ല. അത് പറഞ്ഞ പറ്റില്ല. ദേ നോക്ക്, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നാ ഞങ്ങളുടെ നാട്ടിലെ പെട്രോൾ ക്ഷാമത്തിന് പരിഹാരമാവുന്ന രാജഗുരു പറഞ്ഞത്. അതുകൊണ്ട് വന്നേ പറ്റൂ. വാ, ഒന്ന് സഹായിക്ക് പ്ലീസ്. ഇല്ല, വരില്ല, ഞാൻ വരൂല. എന്താ അപ്പാ? എന്താപ്പല്ല, എന്റെ വാപ്പ പാപ്പാമുനി ഇപ്പൊ വരുമെന്ന്. അയ്യോ, പാപ്പാമുനി വരുന്നു. രക്ഷപ്പെട്ടോ. നിന്നെ കണ്ടാൽ വാ, എന്റെ കൂടെ വാ. ഇല്ല, ഞാൻ വരില്ല. പാപ്പാമുനി വരും. നമുക്ക് പോകാം. വരാൻ. എന്നെ വീട്, ഞാൻ വരില്ല. എന്റെ കൂടെ വാ. വാ അണ്ണാ, പ്ലീസ് വാ. ഓ തെറ്റി. വീണ്ടും തെറ്റി. ആ, ഇപ്പൊ ശരിയായി. ആരോ ഇവിടെ വന്നിട്ട് ഇത് അവനെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിന് ഏവനായിരുന്നാലും ശരി, ടവർ കേന്ദ്രീകരിച്ച് സൈബർ സെല്ല് വഴി ഞാൻ അവനെ പൊക്കും. ഇത് സത്യം, സത്യം. എന്റെ ഉമ്മയാണ് സത്യം. ഉമ്മ ഉമ്മ ഉമ്മ. കൊട്ടാരത്തിൽ തീ, കൊട്ടാരത്തിൽ തീ. ഓടിക്കോ, വെള്ളം കൊണ്ടുവാ. കൊട്ടാരത്തിൽ തീ. ഇടക്കിഴങ്ങ ഓടല്ലേ. കൊട്ടാരത്തിന് തീ പിടിച്ചെന്നല്ല, വൈശാലിയും ഋഷ്യശൃംഗനും കൊട്ടാരത്തിലെത്തി എന്ന്. ഓ, മനുഷ്യന്റെ ഉയരഴിഞ്ഞു പോയല്ലോ. എന്നിട്ടാ വൈശാലിയും ഋഷ്യശൃംഗനും എവിടെ? തള്ളിക്കൊണ്ട് വരുന്നു. രഥത്തിൽ വരേണ്ട അറബികുമാരൻ എന്താ ഈ ചെയ്യുന്നത്? ഇത് ഞങ്ങളുടെ അറബി നാട്ടിലെ രഥമാണ്, അറവാന. എന്തായാലും എത്തിയല്ലോ. ഇനി കുഴിപ്പ് യാഗം തുടങ്ങട്ടെ. കുഴിപ്പ് യാഗമോ? അതെ, ഈ കുഴൽക്കിണർ കുഴിക്കുന്നതിനെയാണ് കുഴിപ്പ് യാഗം എന്ന് പറയുന്നത്. ഇദ്ദേഹം കുഴൽക്കിണർ കുഴിക്കുന്നിടത്ത് എന്ന് പെട്രോൾ വരുത്തട്ടെ. എങ്കിൽ നാമം വരാം. കൺഗ്രാചുലേഷൻസ് വൈശാലി. ഇന്ന് തന്നെ നിനക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ബാങ്ക് അക്കൗണ്ടും ആധാർ കാർഡുമായി വൈകിട്ട് നൈസായിട്ട് തന്നെ വന്ന് കാണണം. പെട്രോൾ വന്നേ. ആരാ? ഷേഖ് അൽ അൽ
അൽ ഋഷ്യശൃംഗൻ. എന്ത് പറ്റി പറയൂ. ഞാൻ ചെന്ന് കുഴി കുഴിച്ചപ്പോ പെട്രോൾ പടസ്കിലേന്ന് പറഞ്ഞ ഒറ്റ ചീറ്റക്കം. എന്നിട്ട് ആ സമയത്ത് രാജാവ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ തീപ്പെട്ടി ഉരച്ചത് മാത്രം ഓർമ്മയുണ്ട്. എന്നിട്ട് രാജാവ് എവിടെ? റോക്കറ്റ് പോകുന്നത് പോലെ ആകാശത്തേക്ക് പോകുന്നത് കണ്ട് ഇനി തിരിച്ചു വന്ന് ഋഷ്യശൃംഗ, ഇത്രയൊക്കെ ഭീകര സംഭവങ്ങളുണ്ടായി നമ്മളെ രാജാവ് കഴിഞ്ഞ് ആകാശത്തോട്ട് പോയിട്ട് നീ ഈ ദുഃഖവാർത്ത ചിരിച്ചോണ്ടാണോ പറയുന്നത്? ദേവർ ഒറ്റ അടിയാൻ വെച്ചേരും ചിരിച്ചോണ്ട് നിൽക്കുന്നെന്നാ. എന്റെ 2 ചുണ്ടും കത്തിക്കരിഞ്ഞ് എന്റെ പല്ല് വെളിയിലോട്ട് തള്ളി നിൽക്കുന്നതാ. അങ്ങനെ നമ്മളൊരു അടിപൊളി സ്പൂഫും കൂടെ കണ്ടിരിക്കുകയാണ്. വൈശാലി എന്നുള്ള സൂപ്പർ ഡ്യൂപ്പർ മൂവിയുടെ സ്പൂഫ് ചെയ്യാൻ നിങ്ങൾ കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കുകയാണ്. ആൻഡ് അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തോട്ടായിരുന്നു കേട്ടോ. മഴ പെയ്ക്കാൻ ഋഷിശൃംഗനെ കൊണ്ടുവരിക എന്നുള്ളതിന് പകരമായിട്ട് പെട്രോൾ വരുത്താൻ വേണ്ടി അറബിയെ കൊണ്ടുവരിക എന്നുള്ളത്, അത് ആ തോട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ചോദിച്ചേട്ടാ. സന്തോഷേ, സുരേഷ്, ജയേന്ദ്രൻ, അടിപൊളി ആയിരുന്നു. വൈശാലി എന്ന സിനിമ വേറെ ടൈപ്പിലാക്കി അവതരിപ്പിച്ചു. പിന്നെ ക്ലൈമാക്സിൽ കരിഞ്ഞു വന്നില്ലേ, കറക്റ്റ് നീ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. നന്നായിരുന്നു, അടിപൊളി, സൂപ്പർ. സന്തോഷ്, കിടിലൻ സ്കിറ്റ്. താങ്ക് യു. അടിപൊളിയായിരുന്നു. നല്ല വൃത്തിയുള്ള, നല്ല ഭംഗിയുള്ളൊരു സ്കിറ്റായിരുന്നു. കോമഡി, അത്യാവശ്യത്തിന് കോമഡിയും അതിൻ്റെ ആ ബാക്കിലെ വാളിലുള്ള പരിപാടികളൊക്കെ കറക്റ്റ് സീൻ മാറുന്നതൊക്കെ നമുക്ക് പിന്നെ ഈ ഫ്ലൈറ്റ് പോകുന്നതൊക്കെ നമ്മൾ സിനിമ കാണുന്ന ഒരു പ്രതീതി ആയിരുന്നു നമുക്ക് കിട്ടിയത്. എന്തായാലും എല്ലാം കൊണ്ടും മനോഹരമായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പർ. അപ്പൊ നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. ആഹാ, ആരെയാ കൂടുതൽ ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഏത് മാമനെ? നടക്കിക്കുന്നു ഈ മാമനെയാ? അറബ് അറബി മാമനെ. ആ, ഋഷ്യശൃംഗനെയാണ് കക്ഷിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അടിപൊളി. ജയച്ചൻ തന്നെ അവനെ പ്രതീക്ഷിച്ച് കുറച്ച് പ്രതീക്ഷിച്ചായിരുന്നു. അതിനൊരു സന്തോഷം ഇങ്ങനെ അപ്പോഴാവും ഇങ്ങനെ നീക്കി അറബിയിലോട്ട് പോയി. അപ്പൊ പിന്നെ വല്ല കാര്യം ഉണ്ടായിരുന്നാടാ, നീ അങ്ങനെ അങ്ങ് പിടിച്ചാ പോരായിരുന്നാ. രാജഗുരുവിന് നമ്മുടെ നെടുമുടി വേണുചേട്ടൻ്റെ ഒരു ഫിഗർ ഉണ്ടല്ലേ? അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു, നന്നായിരുന്നു, നന്നായിരുന്നു. എല്ലാവരും നന്നായിരുന്നു. അത് പിന്നെ സ്കിറ്റിലായിരുന്നു, ഒരിക്കലും തെറ്റത്തില്ല, സംസാരവും തെറ്റത്തില്ല, അതുപോലെ തന്നെ ലിപ്പും എല്ലാം കറക്റ്റ് ആയിരുന്നു. അതെ, അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു സൂപ്പർ സ്കിറ്റ് നമുക്ക് സമ്മാനിച്ച നിങ്ങൾക്ക് എത്ര സ്റ്റാർസ് ആണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഓഡിയൻസിനോട് തന്നെ ചോദിക്കാം. എത്ര സ്റ്റാർസ്? ഇവർക്ക് കിട്ടിയിട്ടുള്ളത് 4 സ്റ്റാർസ് ആണ്. അതുകൊണ്ട് തന്നെ സമ്മാനമായിട്ട് കിട്ടുന്നത് പറക്കാട് ജ്വല്ലറി നൽകുന്ന 1 ഗ്രാം ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന, ഒപ്പം 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെൽസൺ ചേട്ടനെയും സുധി ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായിട്ട് നമുക്കൊരു 1 man ഷോ ആണ് ഉള്ളത്. അത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആർട്ടിസ്റ്റ് ആണ് ഷാൻ അഞ്ചൽ. ഹലോ ഷാൻ. ഹലോ. എന്താണ് നമുക്ക് വേണ്ടി ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? കുറച്ച് സ്റ്റാറുകളാണ്. സ്റ്റാർസിനെയാണ് ചെയ്യാറുള്ളത്. കുറെ സ്റ്റേജിലൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത്? സ്കൂളിൽ നിന്നാണോ അതോ? +1 പഠിക്കുന്ന സമയത്താണ്. പിന്നീട് സ്റ്റേജ് ഷോയും. പിന്നിപ്പോ ഇവിടെ ചെയ്യാൻ പോണത് ആദ്യം സുനിൽ സുഗത. ഓക്കെ, കേട്ട് നോക്കാം. ശ്രുതി ഇപ്പം ഇരിക്കണത് ഭംഗിയുള്ളൊരു വീട്ടിൽ തിരമാലകളെ നോക്കി ഒരു കടപ്പുറത്താണല്ലോ അല്ലേ? പിന്നെ എവിടെയാ അവിടെ ഉണ്ടാകുന്ന കോഴിമുട്ടൽ ആട്ടുംകട്ടം. ഇത് അങ്ങോട്ട് നോക്കൂ, ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? ഇല്ലേ? താങ്ക് യു. സുനിൽ സുഗത. ഇനി അടുത്തതാരാണ്? അടുത്തത് വിനായകൻ. വിനായകന്റെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. ആരാണ്? എന്താണ്? മാണ്ടേ? എന്ത് വേണ്ടെന്ന്? ആ എടാ കഞ്ചാവ് സോമ, ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു, വാടാ. ആഹാ, ഞാൻ നിനക്ക് പഴയൊരു കണക്ക് വെച്ചിട്ട് വാ. അടുത്തത് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ദാസപ്പാ, നിന്നെ വിളിക്കാത്ത കല്യാണത്തിന് നീ എന്നെ കൂടെ വിളിച്ചോണ്ട് പോയി. അവളുടെ മുന്നിൽ നാണെങ്കിലെത്തി. സന്തോഷമായല്ലോ സഹോ. അത് നിനക്ക് അമ്മ ഉണ്ടാണ്ട് തോന്നണേ കേട്ടോ. അമ്മയില്ലാണ്ടായ അമ്മയെന്നൊന്ന് വിളിക്കാൻ കൊതിക്കും. വെരി ഗുഡ്. പറയൂ.
അടുത്തത് ഞാൻ അദ്ദേഹത്തെ ഇവിടെ നിന്ന് ലൈവായിട്ട് കാണണമെന്ന് ഉദ്ദേശിച്ചാണ്. ഉല്ലാസേട്ടൻ്റെ വോയിസ് ഒന്ന് ആ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഉല്ലാസേട്ടൻ ഇല്ല, എന്നാലും ഉല്ലാസേട്ടൻ ഈ വഴി ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുക, എപ്പോ വരും എന്ന് പറയാൻ പറ്റില്ലെന്നേ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് ചെയ്തോളൂ, ഉല്ലാസേട്ടൻ കേൾക്കും. എടാ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ തത്തേ, നിന്നോട് 1000 തവണ ഞാൻ പറഞ്ഞില്ലേടാ, ഇതല്ല ഇവനെന്തിനു വന്ന കുത്തിയാടാ, ഇവനെന്തിനു വന്ന കുത്തിയ എന്നെ അറിഞ്ഞ മുറിഞ്ഞ ഞാൻ അടിക്കട്ടോടാ നിന്നെ. അടിപൊളി അടിപൊളി, ഉല്ലാസേട്ടൻ പൊളിച്ച്. ഓക്കെ, ഇനിയും ഞാൻ ദിലീപേട്ടൻ്റെ വോയിസ് ഒന്ന്. ദിലീപേട്ടൻ്റെ വോയിസ്. ഞാൻ കണ്ടു, പറയട്ടെ, വഴിപാട് കഴിക്കണത് ഞാൻ കണ്ടു. അല്ല മര്യാദ കൊണ്ടുവരുന്ന എന്നെ വിളിച്ചിട്ട് ചോറില്ല, ഞാൻ വിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണണമെങ്കിലും ഒറ്റയടിക്ക് എനിക്ക് നിന്നെ ഇഷ്ടമായി. നിന്റെ പേരെന്നാന്ന് പറഞ്ഞ അശ്വതി ഞാൻ അച്ഛൂത് വിളിക്കും. അച്ഛൻ്റെ ബേ അച്ഛൂബ അത് വിളിക്കും. അച്ഛുമാ. അപ്പൊ ഉല്ലാസേട്ടന്റെ ശബ്ദം എടുത്താണ് ഇതിനകത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വന്നത്. ഏറ്റവും സൂപ്പർ. ഓക്കെ, താങ്ക് യു. നന്നായിരിക്കും. ഉല്ലാസിന്റെ സൗണ്ട് ബെസ്റ്റ് ആയിരുന്നു. താങ്ക് യു. ബാക്കിയെല്ലാം നല്ല അറ്റംപ്റ്റ്സ് ആയിരുന്നു, പക്ഷെ ഒന്നും കൂടെ ഒന്ന് പോളിഷ്ഡ് ആവാനുണ്ട്. സുനിൽ സുഗതയൊക്കെ correct ആണ്. സുനിൽ സുഗത. ആ അതെ, കുറച്ചൊരു വോളിയം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും നന്നായിട്ട്. അങ്ങനെയുള്ള കുറച്ച് മൈനർ മിസ്റ്റേക്സ് ഒക്കെ ഒന്നും കൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഉഷാറാവും, കൂടുതൽ ഗംഭീരാവും. എന്നാലും ഇന്നത്തെ പെർഫോമൻസും നന്നായിരുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഹലോ എന്താ ചിരിക്കുന്നത്? ഞങ്ങളുടെ സ്കിറ്റ് വല്ലതും കണ്ടായിരുന്നോ? സ്കിറ്റ് കണ്ടിട്ട് ഞാൻ ചിരിക്കുവോ? പിന്നെന്താ ഇപ്പൊ ചിരിച്ച? പിന്നെ അത് നിങ്ങളുടെ സ്കിറ്റ്, ഞാൻ ചിരിക്കണം. പിന്നെന്താ ചിരിച്ചെന്താണോ ചോദിച്ചത്? ചിരിച്ചെന്തിനാന്നോ? നിങ്ങളുടെയൊക്കെ അവസ്ഥ ഓർത്ത് ഞാൻ ചിരിച്ചതാണ്. എന്തിനവസ്ഥ? നിങ്ങളെല്ലാവരും ഇപ്പൊ മരിക്കാൻ പോവുകയാണ്. മരിക്കാൻ പോകുന്നു? ആ, എന്നെ മനസ്സിലായില്ല? ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? വയറ് കുറയ്ക്കാനുള്ള മെഷീൻ അല്ലേ? ഇതല്ല, ഇതാണ് ബെൽറ്റ് ബോംബ്. ഞാനൊരു തീവ്രവാദിയാണ്. നിങ്ങൾ തീവ്രവാദികൾ ഇങ്ങനെ മലയാളം സംസാരിക്കൂ? പിന്നെ മലയാളത്തിൽ സംസാരിക്കുന്ന എന്താ കുഴപ്പം? ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് ഭാഷ സംസാരിക്കാൻ അറിയാം. ഞാൻ എന്നാ കൊങ്ങണിയോ തെലുങ്കോ നിങ്ങളോട് സംസാരിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവുമോ? അതില്ല. അപ്പൊ പിന്നെ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷകളെ ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ഭാഷ അറിയാം. ഇപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ? പറയൂ. ഈ ബെൽറ്റിലുള്ള ബോംബ് പൊട്ടി നിങ്ങൾ മരിക്കും. അത് ശരി. ബോംബ് പൊട്ടിയാൽ ഞങ്ങൾ, അപ്പൊ ബെൽറ്റ് പൊട്ടിയാലോ? ബെൽറ്റ് പൊട്ടിയാൽ പാൻറ് ഉരി പോകും. ഈ മാതിരിയുള്ള അനാവശ്യ ചോദ്യങ്ങൾ പറഞ്ഞാൽ അതിന് മറുപടി പറയുന്നത് ഈ തോക്കായിരിക്കും. അതെന്താ, നിന്റെ വായി നാക്കില്ലയോ? ഒരു തീവ്രവാദിയോട് കോമഡി വേണ്ട കേട്ടോ. അല്ല, ഇത് ഇപ്പൊ വന്ന് നമ്മളെല്ലാം നശിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രയോജനം? എനിക്കെന്താ പ്രയോജനമെന്നോ? ഞാൻ ഈ ബോംബ് പൊട്ടി ഇവിടെ ഒരു വലിയ സ്ഫോടനം ഉണ്ടാക്കിയാൽ എനിക്ക് 1 ലക്ഷം രൂപ കിട്ടും. 1 ലക്ഷം രൂപ. ഈ ബോംബ് അരെ കെട്ടിവെച്ച് തന്നിട്ട് ബോസ് എനിക്ക് 25,000 രൂപ അഡ്വാൻസ് തന്നു. ഇനി ഇത് പൊട്ടിച്ചിട്ട് വേണം, നിങ്ങളെ എല്ലാം കൊന്നിട്ട് വേണം എനിക്ക് ബാക്കി 75,000 പോയി മേടിക്കാൻ. അപ്പൊ നിങ്ങൾ മരിച്ചു പോകത്തില്ലേ? ആര്? നിങ്ങൾ മരിച്ചു പോകത്തില്ലേ? മാത്രമല്ല നിങ്ങളുടെ ഭാര്യ ആര് നോക്കും? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവളെ നോക്കാൻ ഒരുപാട് പേരുണ്ട്. പിന്നെ ആ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ വേണ്ട. ഇനി ഞാൻ ഇത് പൊട്ടിത്തെറിച്ച് നമ്മളെല്ലാവരും മരിച്ചിട്ട് വേണം എനിക്ക് ബാക്കി 75,000 പോയി മേടിക്കാൻ. മനസ്സിലായില്ലേ? മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയോ പൈസ മേടിക്കുന്നത്? ആനാ കുഴപ്പമില്ല. ചത്തുപോകൂലേ? അയ്യോ, അത് ശരിയാണല്ലോ. അപ്പൊ ഇത് വേണ്ട, ഇത് അപകടമാണ്. എന്നാലും ഞാൻ ഒരു തീവ്രവാദികൾ ഒരു ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ളത്, അത് തല പോയാലും ഞങ്ങളുടെ പോളിസിയാണ്. ഞാനിത് എനിക്ക് സ്വയം പൊട്ടിത്തെറിക്കണം. ഒരു തീവ്രവാദിയുടെ സ്വപ്നമാണ് സ്വയം പൊട്ടിത്തെറിക്കുക എന്നുള്ളത്. പൊട്ടിച്ചിരിക്കണമെങ്കിൽ അങ്ങോട്ട് മാറി സ്കിറ്റ് വരും, അത് കണ്ടിച്ചിരിക്കാം. തോക്കിന്റെ പാത്തി വെച്ച് എറിഞ്ഞാൽ കൊല്ലും. പൊട്ടിച്ചിരിക്കണം ആര് പറഞ്ഞു? പിന്നെ സ്വയം പൊട്ടിത്തെറിക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും പോയി പൊട്ടിത്തെറിച്ച് മരിക്കൂ? ആൾക്കൂട്ടത്തിനിടയിൽ പോയി എനിക്ക് പൊട്ടിത്തെറിക്കണം. അത് വല്ലാത്ത സൂക്കേടാണല്ലോ. ഞാൻ പോകുമ്പോൾ എല്ലാത്തിനെയും കൊണ്ട് ഞാൻ പോകത്തുള്ളൂ. അതിരിക്കട്ടെ, നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നു? ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി ചൂട്ടയിൽ ഇവിടെ വന്നു. പാരച്ചൂട്ടല്ല, പിന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടിയത് ഒരു തെങ്ങിന്റെ മണ്ടയ്ക്കായിരുന്നു വീണു. അവിടുത്തെ ഒരു ചൂട്ടും പറിച്ചുണ്ട്.
തീവ്രവാദത്തിന് മുമ്പ് എന്ന് പല്ലിളിച്ച് കാണിക്കുന്നു. ഇപ്പോൾ ഞാൻ 5 മുതൽ 1 വരെ എണ്ണും. 0 എത്തുമ്പോൾ ഈ ബോണ്ട പൊട്ടിത്തെറിക്കും. ബോണ്ടയല്ല, ബോംബ്. ഈ ബോംബ് പൊട്ടിത്തെറിക്കും. നമ്മളിതുവരെ തമാശയായിട്ടാണ് കരുതിയിരുന്നത്. മിണ്ടരുത്. അങ്ങനെ ചെയ്യരുത്. മിണ്ടരുത്, ചെയ്യും. നെൽസ സുധി, അവസാനമായിട്ട് എന്തെങ്കിലും കോമഡി പറയൂ. ഞാൻ ചിരിക്കട്ടെ. ചാവാൻ നേരത്താണ് കോമഡി പറയുന്നത്. അതെ, പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. ഇല്ലല്ലോ, നമ്മൾ പറയത്തില്ല. ഇത് പൊട്ടിക്കല്ലേ പ്ലീസ്. പൊട്ടിക്കും. ഇല്ല, ഞാൻ പൊട്ടിക്കും. ഞാൻ എണ്ണാൻ പോവുകയാണ്. എല്ലാവരും കണ്ണടച്ചിരുന്നോളൂ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. 5 4 3 2 1 0. പൊട്ടിയില്ലല്ലോ. നാണം കെടുത്താതെ പൊട്ടിത്തെറിക്കടേ. അയ്യോ, ബാറ്ററി ഇടാൻ മറന്നുപോയി. ഒരു മിനിറ്റ്, ഒരു 40 രൂപ തരാമോ? എന്തിനാ? 2 ബാറ്ററി മേടിച്ചോണ്ട് ഞാൻ ഒറ്റ ഓട്ടത്തിന് ഇനി വരാം. ചെല്ലു, വാങ്ങിച്ചിട്ടോ. അതുവരെ നിങ്ങൾ ആരും എങ്ങും പോകരുത്. ഇല്ല, എങ്ങും പോകരുത്. എങ്ങും പോകരുത്. ഒരുത്തൻ ബോംബുമായിട്ട് വന്നു നമ്മളെ കൊല്ലാൻ. അവനെ കൈകാര്യം ചെയ്തേ. കോമഡി മസാലയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ.